പണ്ടുകാലത്ത് രക്തബീജൻ എന്ന അതിശക്തനായ ഒരു അസുരൻ ഉണ്ടായിരുന്നു. അവന്റെ ക്രൂരത കൊണ്ട് ദേവലോകവും മനുഷ്യലോകവും ഒരുപോലെ വിറച്ചിരുന്നു. അവൻ ലഭിച്ചിരുന്ന ഒരു വിചിത്രമായ വരം അവനെ അതിവിശേഷമായി ഭീകരനാക്കി. അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും നിലത്തു വീണാൽ ആ രക്തത്തുള്ളിയിൽ നിന്ന് അതേ ശക്തിയുള്ള മറ്റൊരു രക്തബീജൻ ജനിക്കും. ദേവന്മാർ എത്ര ശ്രമിച്ചിട്ടും അവനെ തോൽപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ എല്ലാവരും ചേർന്ന് അമ്മ ദുർഗാദേവിയെ ശരണം പ്രാപിച്ചു. ദുർഗാദേവി യുദ്ധഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഭീകരമായ യുദ്ധം ആരംഭിച്ചു. എന്നാൽ ദുർഗ അവനെ വെട്ടുമ്പോഴൊക്കെ രക്തം നിലത്തൊഴുകി അനേകം രക്തബീജന്മാർ ജനിച്ചു. അസുരസൈന്യം ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. സ്ഥിതി നിയന്ത്രണാതീതമാകുന്നതു കണ്ട ദുർഗാദേവി തന്റെ പുരികമധ്യത്തിൽ നിന്ന് അത്യന്തം ക്രോധത്തോടെ കാളീദേവിയെ സൃഷ്ടിച്ചു. കറുത്ത വർണ്ണം, തീപൊള്ളുന്ന കണ്ണുകൾ, നീണ്ട നാവ്. കാളീദേവി യുദ്ധഭൂമിയെ തന്നെ വിറപ്പിച്ചു. അവൾ തന്റെ വിശാലമായ വായ തുറന്ന് രക്തബീജനിൽ നിന്ന് വീഴുന്ന ഓരോ രക്തത്തുള്ളിയും നിലത്ത് വീഴുന്നതിന് മുൻപേ തന്നെ നാവുകൊണ്ട് പിടിച്ചു കുടിച്ചു. ഇനി പുതിയ അസുരന്മാർ ജനിച്ചില്ല. ഒടുവിൽ കാളീദേവി രക്തബീജനെ പൂർണ്ണമായി വധിച്ചു. എന്നാൽ യുദ്ധത്തിന്റെ ഉഗ്രത അവളിൽ അണഞ്ഞിരുന്നില്ല. കാളീദേവി ഭീകരമായ താണ്ഡവം തുടങ്ങി. ഭൂമി കുലുങ്ങി, ദിക്കുകൾ വിറച്ചു. ലോകം തന്നെ നശിക്കുമോ എന്ന ഭയം ഉയർന്നു. ഭീതിയിലായ ദേവന്മാർ ശിവപരമേശ്വരനോട് അഭയം തേടി. ലോകത്തെ രക്ഷിക്കാൻ ശിവൻ കാളീദേവിയുടെ പാദങ്ങൾക്കടിയിൽ നിശബ്ദമായി നിലത്ത് കിടന്നു. ആക്രോശത്തിൽ ആയിരുന്ന കാളി അറിയാതെ ശിവന്റെ നെഞ്ചിൽ കാൽ വെച്ചു. താഴെ കിടക്കുന്നത് തന്റെ പ്രിയ ഭർത്താവായ ശിവൻ തന്നെയെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അവളുടെ മുഖത്ത് അത്ഭുതവും ലജ്ജയും പടർന്നു. അവൾ തന്റെ നാവ് കടിച്ചു. ക്രോധം അടക്കി. ലോകം വീണ്ടും ശാന്തമായി.